വാർത്തകളിലേക്ക്. ആറ്റിങ്ങലിനെ ഇളക്കി മറിച്ചുകൊണ്ട് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. വാഹന പ്രചാരണ ജാഥയ്ക്ക് ആവേശകരമായ വരവേൽപ്പാണ് ലഭിച്ചത്. ആറ്റിങ്ങൽ മൂന്നുമുക്കിൽ നിന്ന് ആരംഭിച്ച ജാഥ കച്ചേരി ജംഗ്ഷനിൽ സമാപിച്ചു. 101% വിജയം ഉറപ്പെന്ന ആറ്റിങ്ങൽ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് P. സുധീർ ജനം TVയോട് പറഞ്ഞു. ആറ്റിങ്ങലിനെ ഇളക്കി മറിച്ചുകൊണ്ട് BJP ദേശീയ അധ്യക്ഷന്റെ വാഹന പ്രചരണ ജാഥ സമാപിച്ചിരിക്കുകയാണ്. നമ്മളോടൊപ്പം ആറ്റിങ്ങൽ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് P. സുധീർ ചേരുന്നു. വളരെ ആവേശമായിരുന്നു യാത്രയിലുടനീളം നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവർത്തകർ അണിചേരുകയും ചെയ്തു. എങ്ങനെ ഇരിക്കുന്നു? തീർച്ചയായിട്ടും ഇതൊരു വിജയത്തിന്റെ സൂചനയാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിന്റെ ഒരു ചെറിയ ദൃഷ്ടാന്തമാണ് ഇന്നിവിടെ കണ്ട റോഡ് ഷോ. എല്ലാ വിഭാഗം ജനങ്ങളുടെ ഭാഗത്തു നിന്നും വളരെ ആവേശകരമായിട്ടുള്ള പ്രതികരണമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. മുൻകാലങ്ങളിൽ ഇത് ഇത്ര ഉളവായിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും BJPക്ക് ജയിക്കാൻ തക്കവണ്ണം ആറ്റിങ്ങൽ പാകമായിരിക്കുന്നു എന്നതാണ് നമുക്ക് മുന്നിലുള്ള കാര്യം. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സർക്കാർ രൂപീകരിക്കാൻ പോകുന്നു എന്നാണ് ദേശീയ അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഉറപ്പാണല്ലോ. കേരളത്തിൽ BJP അധികാരത്തിൽ വരും. അതിൽ ആറ്റിങ്ങലിന്റെ MLA ഉണ്ടാവും. ഇടതുമുന്നണിയും വലതുമുന്നണിയും ഒരു മാച്ച് ഫിക്സിംഗ്, ഇവർ തമ്മിലൊരു പരസ്പരം പോരടിക്കുമെങ്കിലും ഒരു മാച്ച് ഫിക്സിംഗ് ആണ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ബോധ്യമാണല്ലോ. ഈ ഇടതുമുന്നണിയും വലതുമുന്നണിയും അത് ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. അവർ തമ്മിൽ കേരളത്തില് പുറത്ത് എല്ലായിടത്തും ഒരുമിച്ച് മത്സരിക്കുന്ന ആളുകളാണ്. അവർ സഖ്യകക്ഷികളാണ്. കേരളത്തിൽ മാത്രമാണ് അവർ ഒരുമിച്ച് മാറി നിന്ന് മത്സരിക്കുന്നത്. ഇതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമാണ്. ഇനി എങ്ങനെ തുടർന്നുള്ള ദിവസങ്ങൾ ചുരുങ്ങിയ ദിവസം മാത്രമേ ഉള്ളൂ. എന്തൊക്കെ പ്രചരണ പ്രവർത്തനങ്ങളാണ് ഇനി നടത്താൻ പോകുന്നത്? ഞങ്ങളുടെ രണ്ടാം ഘട്ട പ്രചരണം ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞു. ഞങ്ങളുടെ പ്രചരണത്തിന്റെ ഏറ്റവും പീക്ക് ലെവലിലേക്ക് ഞങ്ങൾ മാറുകയാണ്. വലിയ രീതിയിലുള്ള പരിപാടികളും പ്രചരണങ്ങളും ഗൃഹസമ്പർക്കവും എല്ലാം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇടതുമുന്നണിയും അതോടൊപ്പം തന്നെ UDF-ഉം LDF-ഉം വർഗീയ ശക്തികളുമായി കൂട്ടുപിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങ് മഞ്ചേശ്വരത്തായാലും ശരി, മറ്റ് പലയിടങ്ങളിലും STPI പോലുള്ള അതോടൊപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള വർഗീയ ശക്തികളുമായിട്ട് പരസ്യമായിട്ട് കൂട്ടുപിടിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഇത് ആറ്റിങ്ങലിലുമുണ്ട്. ആറ്റിങ്ങലില് മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് LDF UDF-ഉം. അതിന് വർഗീയ ശക്തികളെ അവർ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. STPI ഉൾപ്പെടെയുള്ള ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം വോട്ട് ഏകീകരിക്കാനാണ് ഇന്നിവിടെ ശ്രമം നടക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയും ഭരണവിരുദ്ധ വികാരം എല്ലാം പ്രതിഫലിക്കും അല്ലേ? തീർച്ചയായിട്ടും ഉറപ്പാണല്ലോ. അതല്ല നിയമസഭയിലേക്ക് ഉണ്ടാകും. എന്തായാലും 101% നിയമസഭയിലേക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് P. സുധീർ നമ്മളോട് പറയുന്നത്. വലിയ ആവേശമായിട്ടാണ് ഈ യാത്ര മാറിയത്. ആറ്റിങ്ങലിന്റെ നഗരഹൃദയങ്ങളെ ഇളക്കി മറിച്ചുകൊണ്ടാണ് നിതിൻ നബീന്റെ യാത്ര കടന്നുപോയത്. വാഹന പ്രചരണ ജാഥ കടന്നു പോകുന്ന ഓരോ ഇടങ്ങളിലും വലിയ ആവേശമായിരുന്നു അല്ലേ ചേട്ടാ? അതെ, ഇതുപോലൊരു ആവേശം ഈ ആറ്റിങ്ങൽ കണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. വേറൊരു പാർട്ടിയുടെ ഇതിവിടെ കണ്ടിട്ടില്ല. ആ കണക്കിനാണ് ജനങ്ങൾ തിങ്ങി മറിഞ്ഞത്. മതിയായോ ഈ MLA? ഈ കഴിഞ്ഞ MLA ആണ്. ഇനി ഈ MLA എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇനി നമ്മളെ പുതിയ MLA വരുന്നത്. അതാണ് സുധീർജി. കഴിഞ്ഞ MLA മതിയായി. ആളൊക്കെ മടുത്തില്ലേ? അത് തന്നെയാണ് സത്യം. കേരളത്തിന് മതിയായി. അറിയണമെങ്കിൽ നമ്മൾ ഗ്രാമപ്രദേശത്ത് പോകണം. ഏറ്റവും കൂടുതൽ പട്ടികജാതി കോളനികളുള്ള ഒരു മണ്ഡലം കൂടാണിത്. അവിടെ സത്യത്തിൽ നമ്മൾ ഓരോ കോളനികൾ നമ്മൾ പ്രവർത്തകർ പോകുമ്പോഴത്തേനും ഈ പ്ലാസ്റ്റിക് കൊണ്ട് കെട്ടിയ കൂരകളൊക്കെയാണുള്ളത്. സത്യം പറഞ്ഞാൽ ഇത്രയും കാലം ഇവരെ ഇടതുപക്ഷം ഭരിച്ചിട്ടും ഒരു വികസനവും എത്തി നോക്കാത്ത റോഡുകളില്ല. ഈ സ്ഥാനാർത്ഥികളൊക്കെ ചെല്ലുമ്പോഴത്തേന് ജനങ്ങൾ ഭയങ്കര രീതിയിലുള്ള പ്രതികരണമാണ് നടത്തുന്നത്. അവർ പക്ഷേ അത് വെളിയിൽ വിടുന്നില്ല. നമ്മൾ ഗ്രാമപ്രദേശങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ടറിയാം. കാരണം പട്ടികജാതി അങ്ങനെയുള്ള കോളനികളിൽ വീടുകളില്ല. ഇവിടെ അവർ പറയുന്നത് ദാരിദ്ര്യമുക്തമായി, അതുപോലെ ദാരിദ്ര്യക്ക് താഴെയുള്ളവരില്ലെന്നാണ്. അതറിയണമെങ്കിൽ നിങ്ങൾ ഓരോ കോളനികളിൽ കയറി ഇറങ്ങിയാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയും ഇവിടെ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. റോഡുകളില്ല, വെള്ളമില്ല. പ്രധാനമന്ത്രിയുടെ ജൽജീവന്റെ പൈപ്പുകൾ കുഴിച്ചിട്ടിട്ട് ഒരു പഞ്ചായത്തിലും വെള്ളമില്ല. ഈ ഉണക്ക സമയത്ത് ജനങ്ങൾ വെള്ളം കിട്ടാതെ അലയുകയാണ്. അപ്പോൾ അവർ ചെല്ലുമ്പോഴത്തേന് പരാതിയായിട്ട് നമ്മളോട് പറയാൻ നമുക്ക് ഇവിടെ ഒരു മാറ്റം വേണം. അതിനെല്ലാവരും ഈ പ്രാവശ്യം തയ്യാറാണ്. ഈ പ്രാവശ്യം BJP ഇവിടുന്ന് ജയിച്ചിരിക്കും, 100% ഉറപ്പാണ്. അതുതന്നെയാണ് ഈ പ്രാവശ്യം BJP ജയിച്ചിരിക്കും എന്നാണ് പറയുന്നത്. എങ്ങനെയുണ്ട് ചേട്ടാ? ഇപ്പൊ കണ്ടില്ലേ, ക്രൗഡ് കണ്ടില്ലേ? ഈ ക്രൗഡ് നാളെ വോട്ടായിട്ട് മാറിയിട്ട് BJP 101% ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ നിന്നും നമ്മളെ അഡ്വക്കേറ്റ് ജയിച്ചിരിക്കും. അത് നമ്മുടെ ശുഭപ്രതീക്ഷയാണ്. ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനാണ്. തലയക്കുന്ന് ബഷീർ എന്ന് പറയുന്ന MPയുടെ മരുമോനാണ്. പ്രൈം മിനിസ്റ്ററിന്റെ ചെയർമാനാണ്. ഇത് മാറ്റം അനിവാര്യമാണ്. ആണ് 100% മാറ്റം അനിവാര്യമാണ്. ഇത്രേ എനിക്ക് പറയാനുള്ളത്. മടുത്തു MLA-മാരെ? തീർത്ത് ഇത് ചരിത്രം തെളിയിക്കും. ഉദയസൂര്യൻ ഒന്നേ ഉള്ളൂ, രണ്ടില്ല. എന്നാലും വലിയ ആവേശമാണ്. ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് BJP തിരുവനന്തപുരത്ത്, അതായത് കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നാണ് ഓരോ പ്രവർത്തകരും പറയുന്നത്. എന്തായാലും ഇത്തവണ
BJP ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തവണ BJP ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJP MLA കൂടി തലസ്ഥാനത്തേക്ക് എത്തും. നിയമസഭയിൽ ആറ്റിങ്ങിൽ നിന്നും ഒരു MLA ഉണ്ടാകും. പി സുധീർ MLA ആയി എത്തും എന്ന് തന്നെയാണ് ഓരോ പ്രവർത്തകരും പറയുന്നത്. ഓരോ പ്രവർത്തകർക്കും വലിയ ആവേശമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നിതിൻ നബീൻ ദേശീയ അധ്യക്ഷന്റെ വാഹന പ്രചരണ ജാഥയിലുടനീളം ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. അതിനുശേഷം അല്പസമയം മുമ്പാണ് ഈ സ്വീകരണം ഈ വാഹന പ്രചരണ ജാഥ സമാപിച്ചത്. ഓരോ പ്രവർത്തകർക്കും വലിയ ആവേശമാണ്. വലിയ ആവേശത്തിലാണ് BJP സർക്കാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഓരോ പ്രവർത്തകരും വിശ്വസിക്കുന്നത്. നിരവധി MLA-മാർ കേരളത്തിൽ നിന്നുണ്ടാകും. അതിലൊരു MLA ആറ്റിങ്ങിൽ നിന്നും ഉണ്ടാകുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് ആറ്റിങ്ങൽ നിവാസികൾ.